10 രൂപ 60 രൂപ കിട്ടിയാ 60 രൂപ കിട്ടാ 10 രൂപ പണം 50 രൂപ ഓ ഫൈൻ പോതും പോതും അക്ക അത്ര വേണ അതോട് ഹൗ മച്ച് ഒന്നും വേണ ശരിക്കും ഒരു കവർ തരാവോ അങ്ങനെ ഫൈനലി ഞാൻ വണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എടീ നീ എല്ലാ കടലിലും കയറി വില ചോദിക്കുമല്ലേ, എന്നിട്ട് നീ വാങ്ങൂ? ഒന്നും വാങ്ങത്തുമില്ല. 50 രൂപ. എത്ര രൂപ തന്നായിരുന്നു? ഈ തക്കാളിയൊക്കെ എനിക്ക് വെറുതെ തന്നേ ആൾക്കാര്. വെറുതെ തന്നോ? നോക്കട്ടെ. അത് തന്നെ വില. അടുത്ത നമ്മളെ മീൻകറി വെച്ച് കേട്ടോ. മീൻകറി തിളച്ചുകൊണ്ടിരിക്കുവാണ്, നമ്മൾ തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ വന്നിട്ട് പറഞ്ഞേ ഇവിടെ പാചകിക്കരുത്, നിങ്ങൾ കുറച്ചുകൂടെ മാറി ചെയ്യാൻ എന്തായിരുന്നു എന്ന്. കാരണം അവിടെ പോകുന്നുണ്ട്, അവിടെ ഒരു വിവറേജാണ് ആ കാണുന്നത് അങ്ങോട്ട് കയറുന്നത്. പക്ഷേ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നു പോകുന്നത്. നിങ്ങൾ അത് എങ്ങനെ ആൾക്കാർ പ്രതികരിക്കുമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആഹാരം പാകം ചെയ്തിട്ട് ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞേക്കുവാണ് അല്ലേ. മീൻ പൊരിക്കാനിരിക്കുന്നതേ ഉള്ളൂ, എല്ലാം ഞങ്ങൾ പെറുക്കെട്ടി അവിടുന്ന് ഓടുമായിരുന്നു. മീനെടുത്ത് തോരനെ കരിഞ്ഞോണ്ടിരുന്നു. തോരന്റെ സാധനമാണ് ഇരിക്കുന്നത്. നീ എന്താ ചെയ്യും? അപ്പൊ നമ്മള് ചോറ് വെച്ചു, അയിലക്കറി വെച്ചു, അയില വറുത്തത്, തോരൻ. അതിലൊരു പീസ് ഇങ്ങനെ വെച്ച് ചോറൂടെ വെച്ചിട്ട് സൂപ്പർ കൊള്ളാം. നല്ല ഉപ്പുണ്ട് കേട്ടോ എനിക്ക്. ഫിനിഷ് എന്തോ ചെയ്യുന്നത്? ഇത് നമ്മുടെ മരിയാസിന്റെ ബോഡി ലോഷനാണ്. ഞാനിത് ബോഡി ഫുള്ള് തേക്കുമായിരുന്നു. ഇന്നത്തെ മലകയറ്റത്തിന്റെയാണോ? അതെ, എന്റെ ബോഡി ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നല്ല പ്രോഡക്റ്റാ, പെരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്രൈനെസ് മാറ്റി നല്ല സ്മൂത്ത് ആകും. അപ്പൊ ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്. അങ്ങനെ റാണിപ്പേട്ട വന്നിരിക്കുവാണ്. റാണിപ്പേട്ട വന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഇന്നൊരു അടിപൊളി ഒരു ഉച്ചയ്ക്ക് ഒരു ഊണ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അല്ലേ. ഒരു മീൻകറിയൊക്കെ കൂട്ടി ഒരു ഊണ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ഇവിടുത്തെ മാർക്കറ്റിലോട്ട് ഫിഷ് മാർക്കറ്റിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ. ഫിഷ് മാർക്കറ്റ്. അന്നേരം അതാണ് ഇന്നത്തെ കാഴ്ച. അന്നേരം കാണാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ശേഷം ഫോളോ ഒന്നും മറക്കുകയും ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അന്നേരം റാണിപ്പേട്ടിലെ ഒരു ഫിഷ് മാർക്കറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി ആ ഭാഗത്ത് ഒതുക്കി ഇട്ടിട്ടുണ്ട്. അവിടെ ഇട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറി ഇവിടെ മീൻ മാർക്കറ്റ് തൊട്ടപ്പുറത്താണ് കേട്ടോ. അവിടെ പോയി മീൻ വാങ്ങാൻ പോവല്ലേ? അതെ, അന്നേരം തൊട്ടപ്പുറത്താണ് മീൻ മാർക്കറ്റ്. അവിടെ മീൻ കിട്ടുമോ ഇല്ലെന്ന് അറിയാം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും മീൻ കിട്ടുന്നത്. ഇവിടെ ഞാൻ വരാൻ ജസ്റ്റ് മിനാൻ പോലെ കണ്ടാണ്. അവിടെ ചിക്കനും ബീഫും അതൊക്കെയാണ് കൂടുതലൂടെ കാണാൻ കഴിഞ്ഞത്. അകത്തോട്ട് കയറി നോക്കാമല്ലേ മീനുണ്ടോ ഇല്ലെന്ന്. അന്നേരം മാർക്കറ്റിലോട്ട് കയറുമല്ലേ? ചിക്കനായിരിക്കും കൂടുതൽ കേട്ടോ. അയ്യോ, ഇവിടെ ഫിഷ് മാർക്കറ്റ് ഇല്ല കേട്ടോ, ഫുള്ള് ചിക്കനാണ് കേട്ടോ. ചിക്കൻ മേടിച്ചാലോ? ചിക്കനോട് താല്പര്യമില്ലല്ലേ? ആടിന് തല കരിച്ചു വെച്ചേക്കുന്നുണ്ടോ? ഫിഷ് കിടക്കുന്നത് ഫിഷ് ഫുള്ള് ചിക്കനാട്ടോ. എവിടെ പോയി? ഓ, ഇവിടാണ് ഫിഷ് ഇല്ല, സെപ്പറേറ്റ് അല്ലേ? നീ ഇവിടെ ചോദിച്ചോ? എന്തോ ചോദിച്ചു? ഫിഷ്. ആഹാ, എന്താ വേണം? ഫുള്ള് മീനാ. മീൻകറി കൂട്ടാം. മീൻകറി വിലയൊക്കെ ചോദിച്ചോ? വെട്ടിത്തരുവോ? പോട്ട്. என்ன விலை? മലയാളി. ഞങ്ങള് ട്രാവൽ വ്ലോഗേഴ്സ് കൊഞ്ചം പോതും. എത്ര? അത്ര വേണ്ട, റേറ്റ് കുറച്ചുള്ളൂ.
അവിടെ നില്ല, അത് എന്നാ മീനാ? അയില മാത്രമുള്ള അങ്ങനെയുള്ള മീനൊന്നും ഇല്ലല്ലേ? ഇല്ല ഇല്ല, ഇതെനിക്ക് വേണം. റേറ്റ് തിരക്ക് ഇത് അയില ഇല്ലേ? അതാ എത്ര റേറ്റ് പോയത്? ഇത് നമുക്ക് ഇതൊരു തൈമീൻ എടുത്താലോ? വെട്ടി തരൂ. എന്നാ റേറ്റ്? ആ ശങ്കര എന്നാ റേറ്റ്? 300. അയിലയാ? എന്താ ഈ മീനാ? മത്തി. അയില അയില. ആ 200. ഇതാ ഇത് 1 കിലോ എടുത്ത് 1 കിലോ എടുത്താലോ? ഇത് 1 കിലോ നോക്കിയാലോ അയില? വെട്ടിത്തരണം. ആ അത് കട്ടി തരുമോ? ഒരു ഹാഫ് കെ ജി. ശങ്കർല അയില எங்க என்ன பேர் சொல்லுங்க? ബാംഗ്ലാ. അത് என்ன விலை? என்ன விலை? அது 800. ഹാഫ് കെ ജി. റാല് കൊല്ലം. അവിടെ നിറയെ ഇருக்கு മീൻ. அப்படிங்களா? ஓகே 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 ஓகே. അത് ഇത് പറഞ്ഞാൽ മതി. എല്ലാം കൂടെ വാങ്ങിയിട്ടേ നമ്മളെ നാട്ടിലെ വിലയല്ല ഇവിടുത്തെ. നമ്മളെ നാട്ടിൽ 6 കിലോ വരെ കിട്ടും. 600 രൂപയ്ക്ക് 500 രൂപയ്ക്കൊക്കെ. ഇവിടെ എന്നാ சொன்ன നീ? പ്രോൺ. അത് കൊഞ്ച്. ഇറാന്ന് പറയും ഇവിടെ തമിഴിലേ. നമ്മള് കൊഞ്ചെന്ന് പറയും. നമുക്ക് 2 അയില എടുത്ത് പൊരിക്കാം. അങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കിട്ടിയില്ലേ? ഇല്ല, അത് കഴുകിയിട്ടില്ല. കഴുകത്തരുതില്ല, അത് കട്ട് ചെയ്തൊന്നുമില്ലേ? പക്ഷെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന കണക്കല്ല കേട്ടോ. നമ്മളെ നാട്ടിൽ എല്ലാം ഫ്രഷാ. എക്സ്പെൻസീവ് ആണ്. നല്ല ഫ്രഷ് മീനുകളെ നമ്മുടെ കിട്ടും. അങ്ങനെ നമ്മൾ മീൻ വാങ്ങി അടുത്ത കുക്കിംഗ് ചെയ്യല്ലേ? നല്ലൊരു സ്പോട്ട് നോക്കി കുക്ക് പണ്ണല. എന്നാ വിലയാണ്? മുമ്പേ ആണെങ്കിൽ കോമഡി ആയിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ ഇതിപ്പോൾ ഫുള്ള് ചിക്കൻ്റെ ഒരു ഏരിയ ആണല്ലോ. അപ്പം ഞാനാണെങ്കിൽ അവിടെ ഒരു അങ്കിൾ നിന്ന് ആ അങ്കിളിനോട് ചോദിച്ചു മീൻ മാർക്കറ്റ് എവിടെയാണെന്ന്. ആ മീൻ മാർക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചതും ആ അങ്കിളിൻ്റെ ദേഹത്ത് കാക്ക അപ്പിയിട്ടു. അയ്യോ, ഇത്രയും ഭാഗത്തങ്ങ് അപ്പിയിട്ട് കൊടുത്തു. എനിക്ക് പറയാൻ വന്നതും കൂടെ നിന്നുപോയി. ആ അങ്ങളാണെങ്കിൽ ചോദിക്കുമോളെ എന്നുള്ള രീതിയിൽ. പുള്ളി കാണുന്നില്ലല്ലോ അപ്പിയിട്ടത്. ഞാൻ എന്നിട്ട് ചോദിക്കാൻ വന്നത് മറന്നിട്ട് ഞാൻ ആദ്യം കാക്ക അപ്പിയിട്ടെന്ന് പറഞ്ഞു കൊടുത്ത്. പുള്ളി എന്നിട്ട് ആ അപ്പിയോട് കൂടി വഴിയൊക്കെ പറഞ്ഞു തന്നു. അയ്യോ, നമ്മളെ വണ്ടി അവിടെ കിടക്കണം. ഇനി നല്ലൊരു സ്ഥലം നോക്കി കുക്ക് ചെയ്യണം. എത്ര 3-4 ഉണ്ടോ ഇതിനകത്ത്? കാണും, നോക്കാം. നല്ല സ്മെല്ലുണ്ടല്ലേ? നല്ല നാട്ടം. അങ്ങനെ ഞങ്ങള് മീനൊക്കെ മേടിച്ചു, വണ്ടിക്കകത്ത് കയറി. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും വിലയാണ്. സത്യം പറഞ്ഞ തമിഴ്നാട്ടിൽ വരണമെങ്കിലേ ഒരു ലോണോടെ എടുത്തിട്ട് വരണം. കാരണം ഭിക്ഷ എടുത്ത് നമ്മൾ കുഴയും. അതെ, നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഒതുക്കേണ്ട താമസം അവർ വന്ന് കൈ നീട്ടാനായിട്ട്. ഒരു തവണ വമ്പൻ ഒരു കോമഡി ആയിരുന്നു. ഒരു തവണ നല്ലൊരു കോമഡി ഉണ്ടായിരുന്നു. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വരും. പിന്നെ പോട്ടെ, ഒരുത്തനാണത് അഭിക്ഷക്കാരോട് അപേക്ഷിക്കാൻ തുടങ്ങി. അത് അന്ന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? ആ, അതെന്താ സംഭവം അറിയാം. ശരിക്കും പോണ്ടിച്ചേരി വണ്ടി തമിഴ്നാട്ടിൽ കൂടുതലായിട്ട് കാണുന്നത്. അത് പ്രത്യേകിച്ച് നമ്മളൊരു ഏരിയയിലോട്ട് വന്നപ്പോൾ അവിടെ ഫുള്ള് പോണ്ടിച്ചേരി വണ്ടി.
അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് സെറ്റ് ആയിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഒരു അമ്മച്ചി ഞങ്ങള് വണ്ടി നിർത്തിയത് ഓടി വരുന്നു, ഓടി വന്ന് കൈ ഇവിടെ അങ്ങനെ കുഴപ്പമുണ്ട്. എവിടെ വണ്ടി നിർത്തുന്നു അപ്പൊ അവിടെ ആള് വരും. അവിടെ ആള് വന്നിട്ട് അപ്പ കൈ നീട്ടും. എന്താ ഞങ്ങള് അവരാണ് വന്ന് കൈ നീട്ടിയത്, ഇവരാണെങ്കിൽ കൈയൊക്കെ കൂപ്പിട്ട് എന്റെ പൊന്നമ്മച്ചി എന്റെ അടുത്ത് വന്നു പോന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഒരു കോമഡി. ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് നോക്കി കുക്ക് ചെയ്ത് മലക്കറി വേണം. മീൻകറിയും വെച്ച് നമുക്ക് എന്തെങ്കിലും ഇച്ചിരി ഓക്കെ സെറ്റ് ഇന്നത്തെ ഫുഡ് അല്ലേ? അതെ, തക്കാളി വേണം, വേറെന്താ വേണം? തക്കാളി മതി, തക്കാളി ഇച്ചിരി കറിവേപ്പിലി. ഇവിടെ എല്ലാം ഫുള്ള് പച്ചക്കറിയാ. அக்கா தக்காளி வேணும், ஆனால் கொஞ்சம் வேணும். நான் வந்து ட்ராவல் vlogger, ஆனால் இன்னும் மட்டும் சமைக்கிறது 25 rupees. ஒரு கேஜி வேணாம், 20 rupees. ஒரு 2-3 தராൻ പറ്റുമോ? 2-3 மட்டுமா? 2-3 பீஸ் மட்டுமா? போதுமா? போதும். பத்தாது? போதுமா? அது மதி. 10 rupees போட்டா? 2-3 மட்டும் போதுமா? 2-3 மட்டும் போதும். போதும் அக்கா, போதும் அக்கா. அത്ര வேணாம், அത്ര வேணாம். எத்தனை போங்க? அதோட how much? ഒന്നും വേണ? ശരിക്കും ഒരു കവർ തരാവോ? அக்கா 10 ரூபாய் தரட்டுமா? இல்ல வேணாம், பரவாயில்ல. போதுமா உங்களுக்கு? போதுமா? போதும் போதும். கொஞ்சம் கறிவேப்பில அந்த இடத்துல பைசா தான் அங்க. தேங்க் யூ அம்மா. கொஞ்சம் கறிவேப்பில தாங்கோ, கொஞ்சம் கறிவேப்பில. 10. ഓ അവളെ വേണം, അവളെ വേണം, കൊഞ്ചം മതി. ഓ താങ്ക് യു അക്ക. അത് വേണം അമ്മ, തേങ്ങ വേണം. അക്ക ഒരു ബീട്രൂട്ട് തരാമോ? എവളോ? ഒരെണ്ണത്തിനാ? കൊഞ്ചം ചെറുത്. അവളെ വേണ, അവളെ വേണ. ഒന്ന് പോതും. താങ്ക് യു. ഇപ്പൊ 20 തന്നില്ലേ, അതിന് 20 വാ. 10 രൂപ. 60 രൂപ കിട്ടിയാ? 60 രൂപ കിട്ടാ. 10 രൂപ പണം 50 രൂപ. ഓ ഫൈൻ. താങ്ക്സ് അപ്പാ. താങ്ക് യു. ബൈ. നമ്മുടെ വണ്ടി എവിടെ കിടക്കുന്നത് കണ്ടോ? അങ്ങ് ദൂരെ. ഞാന് തക്കാളി വാങ്ങിച്ചു, കറിവേപ്പില വാങ്ങിച്ചു, പിന്നെ ഒരു ഇതും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി വന്നിടിച്ച് റെഡിയാക്കിയനെ. ഇവിടെ എല്ലാം നിറച്ച് കടയാണേ, ഫുള്ള് ഫ്രൂട്ട്സും ഓറഞ്ചും ഒക്കെ. ഓറഞ്ചിന് എവളോ ചോദിക്കാം. അണ്ണാ ഓറഞ്ച് എവളോ? ഈ പെണ്ണെ കണ്ട കടയിലെല്ലാം കയറി റേറ്റ് ചോദിക്കും, എന്നിട്ട് വാങ്ങത്തോ ഇല്ല.
അങ്ങനെ ഫൈനലി ഞാൻ വണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എടി നീ എല്ലാ കടലിലും കയറി വില ചോദിക്കുമല്ലേ, എന്നിട്ട് നീ വാങ്ങൂ? ഒന്നും വാങ്ങത്തുമില്ല. 50 രൂപ. എത്ര രൂപ തന്നായിരുന്നു? ഈ തക്കാളിയൊക്കെ എനിക്ക് വെറുതെ തന്നേ ആൾക്കാര്. വെറുതെ തന്നോ? നോക്കട്ടെ. തക്കാളി വെറുതെ കൊടുത്തു. പക്ഷെ ഇത്രയും ഇതിന് 10 രൂപ വാങ്ങിച്ചു. അതി തേപ്പ് കിട്ടി. വെറുതെ തരായിരുന്നു അവർക്ക്. ഈ തക്കാളി തന്ന ചേച്ചി ഇനി എനിക്ക് തക്കാളി തരാൻ മനസ്സുണ്ടായിരുന്നു. പിന്നെ അവര് കച്ചവടം ചെയ്യുന്നതല്ലേ, നമ്മൾ അങ്ങനെ ചെയ്യല്ലോ. പൈസ 50 രൂപ തന്നില്ലയോ? 50 രൂപ. ആ 70. ഇതിന് 20 രൂപയാ അവര് വാങ്ങിച്ചത്. ഒരു വീട്ടൂർ മേടിച്ചോ? ഒരു വീട്ടൂറിന് 20 രൂപ. തക്കാളി ചേച്ചിയുടെ ഇല്ലായിരുന്നോ? തക്കാളി അല്ല ബീറ്റ്റൂട്ട് ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന ആ ചേച്ചി അല്ലേ എനിക്ക് ഇനിയും വേണോന്ന് ചോദിച്ചായിരുന്നു. എവിടെന്നാന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു തക്കാളിക്ക് 1 കിലോയ്ക്ക് 25 രൂപ. അപ്പം ഞാൻ പറഞ്ഞു, அக்கா நான் வந்து ட்ராவல் வ்ளாகர், இந்த மட்டும் தான் சமைக்கணும், இந்த கொஞ்சம் நேரம் சமைக்கணும், ஆனால் ஒரு தக்காளி போதும்னு പറഞ്ഞു. അപ്പോൾ ട്രാവൽ വ്ളോഗറാന്ന് പറഞ്ഞപ്പം ഒരു 3-4 തക്കാളി എടുത്ത് തന്നു. ഞാൻ ഇനിയും തക്കാളി തന്നു, ഒരു 2 കൂടി തന്നു. ഇത് വേണാക്ക, ഇത്ര വേണാക്കാന്ന് പറഞ്ഞപ്പം അവർ ഇത്രയും തന്നിട്ട് പറഞ്ഞു പൈസ വേണം, നിങ്ങൾ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രീ ആയിട്ട് തക്കാളിയും കൊണ്ടുവന്ന്. ബീട്രൂട്ടിന് 20 രൂപ. അതിച്ച് വില കൂടുതലല്ലേ? നീ കിലോ വെച്ചില്ലേ വില? കിലോയ്ക്ക് 20 രൂപ. ബീട്രൂട്ടിനോ? ആ കിലോ 1 കിലോ എങ്ങാണ്ടത്. അല്ല കിലോയ്ക്ക് 60 രൂപ എന്തോ സംതിങ് എനിക്ക് പറഞ്ഞു. എനിക്ക് ഒന്നും വ്യക്തമല്ലായിരുന്നു എല്ലാം കൂടെ. ഓറഞ്ച് മേടിക്കുന്നോ 120 രൂപ. ഇപ്പൊ നീ ഡോറടാ എല്ലാം നീടാ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. അങ്ങനെ നമ്മള് ഒരിടത്ത് വണ്ടി നിർത്തി കുക്കിംഗ് തുടങ്ങിയില്ലേ പ്രീനീഷ? ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ തക്കാളി ചതയ്ക്കുവാ. നമ്മള് ചോറോടെ വെന്തുകൊണ്ടിരിക്കുവാണ്. മേടിച്ച മീൻ ബീട്രൂട്ട് തോരൻ, മീൻ വറുത്തത്, മീൻ കറി എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. പെട്ടെന്നായിക്കോ. പപ്പടവും ഉണ്ട്. അത് വേണോ? എല്ലാം അഹങ്കാരമാവത്തില്ല. വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. നമ്മൾ ഇതുവരെ മീൻ മേടിച്ച് കറി വെച്ചിട്ടില്ലേ നമ്മൾ യാത്രക്കിടെ? ചിക്കൻ വാങ്ങിയായിരുന്നു. ഇതിപ്പോ വറക്കാനുള്ളതാണോ? 2 മീൻ വറക്കാൻ വേണ്ടി എടുത്തു. 4 മീൻ്റെ വൈകിട്ടത്തേക്കും കൂടി. കറിയൊക്കെ ഇത് മതിയോ? മതി. കറി വെച്ച് മീൻ വറുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമില്ലല്ലേ? വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അച്ചാറൊന്നും ആവശ്യമില്ലല്ലേ? വേണ്ട. ഇന്നിനിപ്പോ അച്ചാറൊക്കെ വേണ്ട. ചോറ് വെന്ത് കഴിഞ്ഞോ? ചോറ് വെന്ത് കഴിഞ്ഞു. ഇതിനകത്ത് മീൻകറി വെക്കാം. നമുക്ക് പാത്രങ്ങളുടെ ഒക്കെ മീൻകറി ആ പാത്രത്തിലാണ് വെക്കാൻ പോകുന്നത്. പാത്രം ഇല്ലല്ലോ. ആൾക്കാരൊക്കെ പോകുന്ന വഴിക്ക് ഈ പോകുമ്പോഴേ എവിടെ നോക്കിക്കിട്ടാ പോകുന്നത് കേട്ടോ. ഇല്ലേ? ഇങ്ങോട്ട് നല്ല കാറ്റുണ്ട്. കുറേശ്ശെ തുറന്നു വിടാം. ഇന്നലെ തന്നെ കരി. ഇന്നലെ ഗ്യാസ് കൂടുതൽ പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാൻ വിട്ടു. അതിലാണ് നമ്മൾ മീൻകറി വെക്കാൻ പോകുന്നത്. എന്തായാലും കറി വെക്കാൻ പോകുന്നേ? മീൻകറി തേങ്ങയാണോ അത് മുളക് കറിയോ? മുളക് കറി വെക്കാതെ പറ്റൂ. അയ്യോ പണി കിട്ടി. ഈ ഒരു ഡോർ തുറന്ന ആ വെളിച്ചെണ്ണ ഇങ്ങെടുക്കാവോ? വെളിച്ചെണ്ണ തീരാറായല്ലേ? വെളിച്ചെണ്ണയാണോ ഇത്? വെളിച്ചെണ്ണ ഓയിലാണ്. വെളിച്ചെണ്ണ അപ്പുറത്തിരിപ്പുണ്ട്, അത് തൊട്ടിട്ടില്ല. മതിയല്ലേ? മീൻകറിക്ക് ആര് വെക്കാൻ പഠിപ്പിച്ച്? എല്ലാം യൂട്യൂബാ. കംപ്ലീറ്റ് യൂട്യൂബ് വിസിറ്റ്. ഓ മൈ ഗോഡ്. മീൻകറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, അച്ചാറുണ്ട്, പപ്പടം ഉണ്ടോ? പപ്പടം ചിലപ്പോഴേ കാണാൻ ചാൻസുള്ളൂ. നല്ല അടിപൊളി പൊന്നിയരി ചോറും ഉണ്ട് അല്ലേ? നമ്മളെ വെള്ളമെല്ലാം സ്റ്റോക്ക് തീരാറായി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്, തീരാറായി. ഇനി നമുക്ക് എവിടെയെങ്കിലും നല്ല വെള്ളം എടുക്കണം. കാരണം ഇന്നലെ ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിരുന്നത്, പക്ഷേ അവിടെ ഉപ്പ് വെള്ളമായിരുന്നു കൂടുതൽ. തീ കുറച്ചിട്ട് കരിഞ്ഞു പോന്നു. തീ അങ്ങ് നിർത്തിയില്ലേ പിന്നെ ഇതങ്ങ് കരിയും. നമുക്ക് വിചാരിക്കുന്ന പോലെ കിട്ടത്തില്ല. അടുത്ത നമ്മളെ മീൻകറി വെച്ച് കേട്ടോ. മീൻകറി തിളച്ചുകൊണ്ടിരിക്കുവാണ്. തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്.
പിന്നെ ഇപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ വന്നിട്ട് പറഞ്ഞേ ഇവിടെ പാചകിക്കരുത്, നിങ്ങൾ കുറച്ചുകൂടെ മാറി ചെയ്യാൻ എന്തായിരുന്നു എന്ന്. കാരണം അവിടെ പോകുന്നുണ്ട്, അവിടെ ഒരു വിവറേജാണ് ആ കാണുന്നത്, അങ്ങോട്ട് കയറുന്നത്. പക്ഷേ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് പോകുന്നത്, നിങ്ങൾ അത് എങ്ങനെ ആൾക്കാർ പ്രതികരിക്കുമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആഹാരം പാകം ചെയ്തിട്ട് ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞേക്കുവാണ് അല്ലേ. ഞാൻ ആദ്യമേ വിചാരിച്ചു ഇവിടെ പാടില്ല എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് അന്നേരം പറഞ്ഞോട് മദ്യപാനികൾ വരും, നിങ്ങൾ സൂക്ഷിച്ച് പെട്ടെന്ന് കൈകാര്യം ചെയ്തിട്ട് പോകാം, കുറച്ച് അപ്പുറത്തോട്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഇവിടെ നോക്കിയപ്പോൾ അത്യാവശ്യം നീറ്റായി കിടക്കുന്നത്, അതുകൊണ്ട് ഇവിടെ അങ്ങ് ഒതുക്കിയതാണ് ഞങ്ങൾ. കുഴപ്പമില്ലല്ലേ, നമ്മളെന്തിനാ പേടിക്കുന്നത്, നമ്മൾ ആരുടെ ഒന്നിനും പോയായിരുന്നു. ഇല്ലില്ല, ഒരുമാതിരി നോക്കൂന്നല്ലേ പറഞ്ഞത്, അങ്ങ് നോക്കിയിട്ട് അങ്ങ് പോട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, നോക്കരുതെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ മിണ്ടാതെ ഇരിക്കും. അന്നേരം ഞങ്ങൾ ഇതെല്ലാം കുക്ക് ചെയ്ത് സ്പീഡപ്പ് ആക്കാൻ പോവുകയാണ്, ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിർത്താൻ പോവുകയാണ് കേട്ടോ വീഡിയോ. അന്നേരം ബാക്കി നമ്മൾ കഴിക്കുന്ന വീഡിയോ കാണാം അല്ലേ. തോരണ്ട വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, പറഞ്ഞോ, നീ എന്നാ പറഞ്ഞോ, നേരെ നിന്റെ നടുക്ക് വരുത്താൻ നോക്കും നിന്നെ. ഞങ്ങൾ ഇവിടുന്ന് എന്താ പറയുന്ന കുടിയേറി പാർക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിക്കാൻ പറ്റത്തില്ല, അവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാരും വന്ന് നമ്മളോട് പൈസ ചോദിക്കും. അതിന്റെ തൊട്ടപ്പുറത്തെ ബിവറേജ്. അപ്പൊ ഈ പ്രായമുള്ളവരൊക്കെ വന്നിട്ട്, പ്രായമൊന്നും ഇല്ല അവന്, അതിന് 30-40 വയസ്സിനകത്തെ കാണുന്നത്. ഒരുത്തം വന്നിട്ട് പൈസ ചോദിച്ച്, മറ്റൊരുത്തം വന്ന് ക്ലാസ് ചോദിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല, ഒരിടത്ത് പോയി നിർത്തിയപ്പോഴാണ് അറിയുന്നത് അത് ബിവറേജിന്റെ. അതുപോലെ ചേട്ടൻ വന്ന് പറഞ്ഞു നിങ്ങളിവിടെ നിർത്തണ്ടായിരുന്നു, കുറച്ച് അപ്പുറത്തോടെ ഇപ്പുറത്തോടെ മാറി ഇരിക്കാണ്ടായിരുന്നു, ഇത് ബിവറേജ് ആണ്, നിങ്ങൾ മാറിയില്ല, ഇച്ചിരി കഴിയുമ്പോൾ ശല്യമാവെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ നല്ലൊരു സ്ഥലമായിരുന്നു അത്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നേരം ഞങ്ങള് എല്ലാം പറക്കി കെട്ടി ഇതാ ഇരിക്കുന്നുണ്ടോ, കാണിച്ചു മീൻ പൊരിക്കാനിരിക്കുന്നതേ ഉള്ളു, എല്ലാം ഞങ്ങള് പെറുക്കി കെട്ടി അവിടെ നിന്ന് ഓടുമായിരുന്നു. മീനെടുത്ത് തോരനെ കരിഞ്ഞു വിട്ടിട്ട് തോരന്റെ സാധനങ്ങളോ ഇരിക്കുന്നത്, നീ എന്താ ചെയ്യും? സാരമില്ല, നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇനി കുക്ക് ചെയ്യാം. ഇനിയിപ്പം അയ്യോ ഹമ്പൊക്കെ വരുമ്പോഴത്തേക്കും അയ്യോ പണി കിട്ടി. നിർത്ത്. കൈ നോക്കട്ടെ, കൈ പോലും കഴിയില്ല, എന്തോ ചെയ്യാനാ നോക്കി. ഇത്രയും കഷ്ടപ്പാട് വേറെ ആരെങ്കിലും വരുമോ? നമ്മളെ കറി വെക്കാനുള്ള മീൻ, കറിയല്ല വറക്കാനുള്ള മീൻ, തോരൻ വെക്കാനുള്ള ബീറ്റ്റൂട്ട് എല്ലാം ഇരിക്കും. നല്ല സ്ഥലമല്ലേ, കുഴപ്പമില്ലല്ലേ? ഇങ്ങനെയും പറക്കി കെട്ടി ഓടുമെന്ന് പ്രതീക്ഷിച്ചോ? ഇല്ലില്ല, ഇത് സത്യത്തിൽ നമ്മുടെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, ഇറങ്ങല്ലേ. ഗ്യാസ് കുറ്റിയും അടുപ്പൊക്കെ എങ്ങനെയാ വാരി അകത്തിട്ടെന്ന് എനിക്കൊരു പിടുത്തമില്ല എപ്പോഴും തന്നെ. ഒറ്റയടിക്കൽ ആൾക്കാർ വന്നു പോയില്ലേ, പെട്ടെന്ന് എല്ലാവരും കൂടെ എവിടുന്ന് വന്നത് അതിന് പിടുത്തമില്ല. ശിരീഷ, ഇങ്ങനെ പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കാതെ. നീനെന്തോയി നമ്മൾ വന്ന് ഒളിച്ചോടിയ സ്ഥലമല്ലേ, ഒരിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്ത് വന്ന് ഞങ്ങള് കുക്കിങ് തുടങ്ങിയിരിക്കുക അല്ലേ. എങ്ങനെ കറി നീ വെച്ചാന്ന് പറയത്തേ ഇല്ലല്ലേ. ചുപ്പുപൊടി കുഴപ്പമില്ല, ചോറിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അന്നേരം ഞങ്ങളിങ്ങനെ കുറേ കൂടെ ഓടി വന്നിട്ട് വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ടതാ വീണ്ടും പാചകം തുടങ്ങിയിരിക്കുവാണ്. അങ്ങനെ മീൻകറി വെന്തോ അത്? വെന്തോ? ആ, ഞാൻ എന്ത് തോരൻ വെക്കാൻ പോവാണല്ലേ, അത് മീൻ വറക്കണം. എന്നാലും എന്ത് നിസ്സാര സമയം കൊണ്ട് നമ്മളവിടെ എല്ലാം പറക്കി കെട്ടി ഇവിടുന്ന് പോരുന്നത്. അതാണ്, ഇതൊരു വയലാട്ടോ, വയലിൻ്റെ സൈഡിലാണ്. അവിടെ ആ ഭാഗത്ത് കരിമ്പ ഇട്ടേക്കുന്നുണ്ടോ, അവിടെ കരിമ്പ ഇട്ടേക്കുന്നുണ്ടോ. ഇവിടെയുണ്ട് മദ്യപാനികളുടെ സ്ഥലം കേട്ടോ, അത് അവിടെ എല്ലാം കുപ്പികൾ കിടക്കുന്നുണ്ടോ. ഇതിലും കുറേ മാറി, ഇനി ഇവിടെ ആരും വരത്തില്ല എന്ന് പ്രതീക്ഷയുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആഹാരം കഴിക്കുന്ന വീഡിയോ ഇനി കാണിക്കല്ലേ. മതിയല്ലോ, ഇത് കളഞ്ഞേക്കട്ടെ. ഏത് ബീറ്റ്റൂട്ടോ? അരിഞ്ഞ് കുഴഞ്ഞോ? അടുത്ത നമ്മൾ മീൻ വറുക്കാൻ പോവല്ലേ. നമ്മൾ എണ്ണ ഒഴിച്ചു, ഓയിൽ ഒഴിച്ചു, കണ്ടേ അടിപൊളി അയില അല്ലേ, കൊള്ളായിരുന്നു. വലിയ നൊന്തയൊന്നും അല്ലല്ലോ അയില, നല്ല അയില ആയിരുന്നില്ലേ. അവരിങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി തന്നായിരുന്നല്ലേ. വാ, എണ്ണ വെച്ച് കൂടിയോ സംശയമുണ്ട്, ഞാനാ ഒഴിച്ചത്. കൂടി അറിയാത്ത പണി ചെയ്യണ്ടായിരുന്നില്ലേ, ഒരുപാട് എണ്ണ ആയിപ്പോയി, ഞാനാ ഒഴിച്ചത്, അതുകൊണ്ട് അത്ര ആയത്. തീ കുറച്ചും കൂടെ, തീ ഇനി കുറയ്ക്കാൻ നിന്ന് പോകും. ആഹാ, നല്ല മണം വരുന്നു. അടുത്ത നമ്മൾ തോരൻ. ആ എണ്ണയ്ക്ക് തോരൻ വറക്കാൻ പറ്റുമോ? അല്ല, കുക്ക് ചെയ്യാൻ പറ്റുമോ? വേണ്ട. കറിവേപ്പില, തിരിച്ചിരുന്ന സാധനം വേണ്ടേ? അത് വേണ്ട, ഞാൻ അല്ലാതെ എടുത്തോളാം. അല്ലാതെ ഞാൻ എടുത്തോളാം, പിച്ചാത്തി വെച്ച് ചെയ്തോളാം.
അങ്ങനെയുള്ള പാചകം എല്ലാം കഴിഞ്ഞു. കഴിക്കാവല്ലേ? കഴിക്കാൻ പോവുകയാണ്. അടുത്ത നമുക്കൊരു വലിയൊരു പണിയുണ്ട്. എന്താ അറിയോ? എന്തുവാ? പാത്രം കഴുകണം. അല്ല, കുടിവെള്ളം ഉണ്ടാക്കുക. ചോറും മതിയാവുമ്പം പറയണം. ചോറ് മതിയാവുമ്പം പറയണം. കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇത് ഗ്രാമം കേട്ടോ. അന്നേരം ഇവിടെ എവിടെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും കിണറൊക്കെ കാണും, ഏതെങ്കിലും വീട് കാണും ഇല്ലേ? കപ്പാസിറ്റി എല്ലാം കൂടെ ടാങ്കിന്റെ കപ്പാസിറ്റി 75 ലിറ്ററാണ്. ആ ടാങ്ക് രണ്ടും നിറയ്ക്കണം. ഇത്ര മതിയോ? ആ ചെറുപ്പം അത്ര നിൽക്കട്ടെ, പിന്നെ വേണമെങ്കിൽ എടുക്കാം. മതി. തോരൻ നമ്മൾ വെച്ച തോരൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പല സ്ഥലങ്ങളിലായിട്ടില്ലേ? മതിയോ? മതി. അയലക്കറി. അടിപൊളി അയലക്കറി അല്ലേ? 2 പീസ് എടുക്കാനുണ്ടോ ഇപ്പൊ? ഞാനങ്ങ് വെച്ചു, വേണേ കഴിക്കണ്ട. വൈകിട്ടും കഴിക്കണ്ടേ? മതിയോ? കറി വെച്ചോ. അങ്ങനെ അവൾ ആദ്യമായിട്ട് മീൻകറിയും കൂടി ചോറ് കഴിക്കാൻ പോവാണ് നമ്മളെ യാത്ര തുടങ്ങിയതിനു ശേഷം. അങ്ങനെ അയിലയും വെച്ചു. ഓക്കേ, അപ്പൊ നമ്മള് ചോറ് വെച്ചു, അയിലക്കറി വെച്ചു, അയില വറുത്തത്, തോരൻ. അടിപൊളി. സൂപ്പർ. കഴിച്ചു തുടങ്ങിയാലോ? നേരെ ചോറ് കഴിക്കുവാണ്. നല്ല അയിലമീൻ. നമ്മളെ വീട്ടിലൊക്കെ ആകുമ്പോഴേ ഇതിന് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര ഡിമാൻഡായി സംഭവത്തിന് കേട്ടോ, ചോറും. കാരണം എത്ര ദിവസം കൊണ്ട് ആഗ്രഹിക്കുന്ന അറിയോ, ചോറും അയിലക്കറി അല്ലെങ്കിൽ മീൻ കറിയായിട്ട് കൂട്ടി കഴിക്കണമെന്നേ. ചോറ് കഴിക്കുവാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനി നമുക്ക് അയിലയുടെ ഒരു പീസ് ഉണ്ടേ. അയിലയുടെ ഒരു പീസ് ഇങ്ങനെ വെച്ച് ചോറൂടെ വെച്ചിട്ട് സൂപ്പർ. കൊള്ളാം. നല്ല ഉപ്പുണ്ട് കേട്ടോ എനിക്ക്. കഴിക്കാൻ ടേസ്റ്റുള്ള ഉപ്പാണ്. ഇനി നമ്മളെ ബീട്രൂട്ട് തോരൻ അതും കൂടെ കുറച്ച് ഇങ്ങനെ വെച്ച് കുറേ കാക്ക തോരൻ കൂടെ വെച്ചു. എന്നിട്ട് ഓക്കേ, കൊള്ളാം. ഇനി എന്റെ കഴിക്കുന്ന വീഡിയോ എടുക്കൂ. നല്ല ബീട്രൂട്ട് കേട്ടോ. താങ്ക് യു. നല്ല മീനാണ് കേട്ടോ. താങ്ക് യു. അതില ഞാൻ വിചാരിച്ച നമ്മുടെ ഇരിക്കുന്ന കണ്ടിട്ടേ ഞാൻ വിചാരിച്ചത് പഴക്കം വരുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നല്ല ഐഡിയ. ഞാൻ വെച്ചതായതുകൊണ്ട് പറയുമല്ല. സൂപ്പർ. ഞാൻ വീട്ടിൽ വെക്കുന്ന പോലെ തന്നെ വെച്ച. പക്ഷെ ചെറിയൊരു പ്രശ്നം വന്നത് അവിടെ വന്നപ്പോഴല്ലേ, അവിടെ നിർത്തിയിട്ടപ്പം അവിടെ നിന്ന് കഴിക്കാനും പറ്റത്തില്ലായിരുന്നു. ഓക്കെ. അന്നേരം ആഹാരം കഴിച്ചിട്ട് അടുത്ത് ഞങ്ങൾ പോകാൻ പോകുന്ന വെള്ളം തേടി. വെള്ളം തേടി. ആളിനെന്തോ ആട്ടി കേട്ടോ, കഴുത്തൊക്കെ നീണ്ടോ തെളിച്ചിരിക്കുന്നുണ്ടോ. അത് അവിടെ ഇരുന്നപ്പം പറ്റിയതാട്ടോ.